ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഫുഡിംഗ് ലിക്സ് ബ്ലിക്സിലൂടെ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ 6 പേരും കൂടി എറണാകുളത്തേക്ക് പോവുകയായിരുന്നു. സോ എല്ലാവരും ഉണ്ട് കേട്ടോ. ഞങ്ങൾ വണ്ടിയിൽ അപ്പയുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോവാണ്. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പം ഞാൻ ഒത്തിരി എടുക്കാത്തതിൻ്റെ കാരണം വണ്ടിയിലിരുന്ന് ഒത്തിരി ബോറാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. വീടെന്ന് പറയുമ്പോൾ അടിപൊളി വീടായിരുന്നു. ഞാൻ വീടെടുത്തപ്പോൾ വേറെ ആംഗിളിലാണ് വരച്ചത്. അതുകൊണ്ട് കാണുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, ക്ഷമിക്കാം. ഇപ്പോൾ കറക്റ്റ്. അപ്പോൾ എല്ലാവരുമായിട്ട് സംസാരമായിരുന്നു. ആ ബ്ലൂ ഡ്രസ്സ് ഇട്ട ചേച്ചിയില്ലേ, ആ ചേച്ചിയാണ് ആ വീട്ടിലത്തെ കിങ്ങ ചേച്ചി. സോ നല്ല എസ്തറ്റിക് വീടായിരുന്നു, നല്ല രസമാണ്. ഞങ്ങൾ ഓൾറെഡി കണ്ടതാണ് ആ വീട്. പിന്നെ ഫുഡൊക്കെ റെഡി ആയിരുന്നു. ഉച്ചയ്ക്ക് നമ്മൾ രാവിലെ വന്നിട്ട് ഉച്ചയായിട്ടും കഴിഞ്ഞില്ലായിരുന്നു. ബിരിയാണി ആയിരുന്നു ഫുഡ്. പിന്നെ നമ്മൾ കുറേ നേരം സംസാരിച്ചിട്ട് നേരെ വണ്ടി കയറി. ഞാൻ കുറേ സംസാരിച്ചായിരുന്നു വണ്ടി കയറുന്നത്, പക്ഷെ ഒച്ച കാരണം കേൾക്കാനൊന്നും പറ്റിയില്ല. സോ ഇന്ന് നമ്മൾ നേരെ പോകുന്നത്, ഇവർ പറഞ്ഞു ഞങ്ങൾ പാർക്കിൽ കാരണം കുറേ നേരമായി സാര പറയുന്നു. ഞങ്ങൾ നേരെ അവിടുത്തെ ആൻറ്റി പറഞ്ഞു ഇവിടെ ഫോറിൻ മാളുണ്ട്, അടുത്തുള്ളൊരു മാൾ, ലുലു എല്ലാം ഉണ്ടായിരുന്നു ഉള്ളിൽ. ഒരു വലിയ മാളാണ്. അപ്പോൾ ഞങ്ങൾ ഫോറിൻ മാളിൽ കയറാമെന്ന് വിചാരിച്ചു. പക്ഷെ നല്ല എക്സ്പെൻസീവാണ് അവിടെ. സോ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയായിരുന്നു. കുറേ സംസാരിച്ച് കിട്ടിയില്ല. അപ്പോൾ വഴി അറിയാത്തതുകൊണ്ട് ആൻറ്റി ഫ്രണ്ടിൽ പോകണമുണ്ടായിരുന്നു ഞങ്ങളുടെ ഒപ്പം. മീൻസ് ലൈക്ക് വഴി കാണിച്ചു തരാൻ. നല്ലതായിരുന്നു വീട്ടിലിരുന്ന്. പിന്നെ ഞങ്ങൾ ഫോറിൻ മാളിൽ എത്തിക്കഴിഞ്ഞപ്പോൾ പാർക്കിംഗ് ഏരിയയിട്ട് കയറണമല്ലോ. പാർക്കിംഗ് ഏരിയയിട്ട് ചെല്ലാൻ വേണ്ടി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു. പിന്നെ കുറേ ചുറ്റണമായിരുന്നു. താഴെ മൊത്തം ഫുള്ളായിരുന്നു. നല്ല കുറച്ച് അത്രയ്ക്ക് തിരക്കൊന്നുമില്ലായിരുന്നു. എന്നാലും കാറൊക്കെ ഫുള്ളായിട്ട് കിടക്കുമായിരുന്നു. ഞങ്ങൾ ഇങ്ങനെ കറങ്ങിയായിരുന്നു മേലെ എത്തി. പിന്നെ കാറ് പാർക്ക് ചെയ്യുമായിരുന്നു ഞങ്ങൾ ചെയ്തിരുന്നത്. സോ ഗായ്സ്, അങ്ങനെ നമ്മൾ പാർക്കിംഗ് ഞങ്ങൾ ഫോറിൻ മാളിൻ്റെ ഉള്ളിലേക്ക് കയറി. അമ്മയ്ക്കുണ്ടായിരുന്നു നല്ല രസമായിരുന്നു. ഉള്ളിൽ കയറാൻ നമുക്ക് എൻട്രി വേ അതൊക്കെ പറഞ്ഞല്ലാണ്. ഇതിലൊക്കെ അവിടെ ബോർഡ് എഴുതിയിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ വേ ടു മാൾ എന്നൊക്കെ പറഞ്ഞു. ഞാനും അമ്മയും പൊന്നും സാറമ്മയും നമുക്ക് പിന്നെ നമ്മൾ നേരെ അതിൻ്റെ ഉള്ളിയിട്ട് കയറി പോവായിരുന്നു. അത്യാവശ്യം നല്ല വലിയ മാളൊക്കെയായിരുന്നു. ഫാമിലി കൊണ്ടൊക്കെ വരാൻ പറ്റിയ നല്ലൊരു മാളൊക്കെയായിരുന്നു. പക്ഷെ നല്ല എക്സ്പെൻസീവ് ആയിരുന്നു എന്ന് മാത്രം. സാറൊക്കെയാണ് പിന്നെ ഉത്സാഹമായിരുന്നു ഓടി നടക്കാൻ. പിന്നെ സ്ലിപ്പറി ആയിട്ടുള്ളൊരു ടൈലായിരുന്നു. നിങ്ങളുടെ വെയിറ്റ് പാർക്കിംഗ് അത് ബാക്കിയിട്ട് പോകണം. നിങ്ങൾ മാൾ എൻട്രി എന്നൊക്കെ അങ്ങനത്തെ ഓരോ ബോർഡും സയൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഉള്ളിൽ കയറിയപ്പോൾ മാത്സ് ഉണ്ടായിരുന്നു. പിന്നെ ഏതായിരുന്നു അങ്ങനെ കുറേ ഒരു കടകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കളിക്കുന്ന ഏരിയ കണ്ടപ്പോൾ സാറയുടെ കണ്ണങ്ങ് തള്ളിപ്പോയി. ഫുൾ എൻജോയ്മെൻ്റ് ആയിരുന്നു. ആൻഡ് അവിടെ ഇങ്ങനെ ഞങ്ങൾ ഏറ്റവും മുകളിലായിരുന്നു നിന്നിരുന്നത്. അവിടെ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് പോലെ ഇങ്ങനെ കാണാൻ നല്ല രസമായിരുന്നു. ഒരു ചേച്ചി അവിടെ തുറക്കായിരുന്നു. പിന്നെ ഫുൾ രസമായിരുന്നു. അത്രയ്ക്ക് തിരക്കൊന്നുമില്ലാത്തൊരു സ്ഥലമായിരുന്നു. നല്ലതായിരുന്നു. നമുക്ക് ഫാമിലി കൊണ്ട് ജസ്റ്റ് ഒന്ന് വന്ന് കറങ്ങാനും കാര്യങ്ങൾക്കൊക്കെ പറ്റിയാണ്. എന്തെങ്കിലും മേടിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. പിന്നെ ഇവിടെ വന്നതിൻ്റെ കാരണവും ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് ഒരു ഷൂ മേടിക്കണമായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് ഡ്രസ്സ് കൊടുത്തു. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ചില വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ലായിരുന്നു കേട്ടോ. പക്ഷെ കളിക്കണ ഏരിയ എന്ന് പറയുമ്പോൾ കുറച്ച് കൂടുതൽ പൈസ കൊടുക്കണമെങ്കിലും കുറേ കളിക്കാനുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഏതിലെ കയറണ്ടേ? അതേ കാരണോ കേൾക്കട്ടെ? സാറേനെ ഇവിടെ ഇട്ടിട്ട് ഞങ്ങൾ ചുമ്മാ കോയിൻ ഇടണം, എന്നാലും വർക്കാവും. ഗായ്സ്, നമ്മൾ അതിന് ശേഷം ഫുഡ് കഴിക്കാൻ പോയി. അതിന് മുന്നേ ഞാൻ ഒരു ഐസ്ക്രീം കഴിച്ചായിരുന്നു. നല്ല സ്ട്രോബെറി ഫ്ലേവർ 3 സ്കൂപ്പ് 3 സ്കൂപ്പ് ഉള്ളത്. എനിവേ ഇപ്പോൾ നമ്മൾ ലഞ്ച് ടൈം ഈവനിങ് ഒക്കെ ആയിരുന്നു ടൈം ഞാൻ നോക്കിയില്ല. എന്നിട്ട് ഞാനും പൊന്നു പിസ്സയാണ് കഴിച്ചത്. ഞാൻ KFC, ഞാനും അമ്മയും ജേക്കും സാറേയും KFC ആയിരുന്നു. ബണ്ണുണ്ടായിരുന്നു, എല്ലാ ഉള്ള പോലെ ചിക്കൻ ഉണ്ടായിരുന്നു, ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടായിരുന്നു, കുറേ സോസ് ഉണ്ടായിരുന്നു. പൊന്നുവിൻ്റെ പിസ്സ എനിക്ക് അത്ര ഇഷ്ടമായില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഇവിടെ മാളിൽ നിന്ന് ഇറങ്ങുമായിരുന്നു. ഞങ്ങൾ കുറേ ഡ്രസ്സൊക്കെ ഷോപ്പ് ചെയ്തായിരുന്നു. ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല, സത്യം പറയാമല്ലോ. പിന്നെ പാർക്കിലൊക്കെ കളിച്ചായിരുന്നു. അതിൻ്റെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ നേരെ പുറത്തേക്ക് പോവുമായിരുന്നു. മാളിൽ നിന്ന് ഇറങ്ങുക എന്ന് വിചാരിച്ചു. കാരണം കുറേ നേരമില്ലേ ഞങ്ങൾ നിൽക്കുന്നു, എത്ര നേരം തന്നെ. അപ്പോൾ നമ്മൾ
കഴിഞ്ഞപ്പോൾ പോകാമെന്ന് വിചാരിച്ചു. സോ നമ്മൾ നേരെ വന്ന വഴി കൂടെ തന്നെ പുറത്തേട്ട് ഇറങ്ങും. സോ പിന്നെയും ഇതേപോലെ ചുറ്റാനുണ്ടായിരുന്നു, ചുറ്റി താഴോട്ട് ഇറങ്ങണ്ടേ, അങ്ങനെ ചുറ്റാനുണ്ടായിരുന്നു. സോ ഫോറിൻ മാളും ഇന്ന് ഇത്രേ ഉള്ളൂ വീഡിയോ. സോ ഫോറിൻ മാളും ഇന്നത്തെ ഡേയും ബിരിയാണിക്ക് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ആൻറ്റിയുടെ. സോ ഇന്ന് ഡേ മൊത്തം നമ്മൾ അടിച്ചു കളിച്ചു, നല്ലൊരു ദിവസമായിരുന്നു. സോ നിങ്ങൾ ഫാമിലി കൊണ്ട് എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഫോറിൻ മാളിലേക്ക് ഒന്ന് അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. സോ ബൈ.